പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന കൃതിയുടെ നാടകാവിഷ്കാരം. പങ്കെടുക്കുന്നവർ കേശവൻ നായർ, ഹരിദാസ് തങ്കപ്പൻ, സാറാമ്മ, ബിന്ദു ടി ജി. ആഖ്യാതാവ് അനശ്വർ മാമ്പിള്ളി. ആശയാവിഷ്കാരം ബിന്ദു ടി ജി. സാറാമ്മ എന്ന യുവതിയുടെ വീട്ടിൽ മുകളിലെ നിലയിലെ ഒരു മുറി വാടകയ്ക്കെടുത്ത് ഒരു ചെറിയ ബാങ്കുദ്യോഗസ്ഥനായ കേശവൻ നായർ താമസിക്കുന്നു. സരസമായ സംഭാഷണ രീതിയാണ് സാറാമ്മയുടേത്. കേശവൻ നായർക്ക് സാറാമ്മയോട് തോന്നുന്ന കലശലായ പ്രണയത്തിന്റെ ചാരുത നിറഞ്ഞ അവതരണമാണ് ഈ കൃതി. പ്രേമലേഖനം. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. എഴുത്തിൽ കവിതയുണ്ട്, തത്വജ്ഞാനമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. എന്തിന്, എൻ്റെ ഹൃദയത്തിന്റെ മഹാരഹസ്യം മുഴുവനുമുണ്ട്. എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു. ഇത് വായിച്ച് സാറാമ്മ കളിയാക്കുമോ, അതോ മധുരോദാരമായ ഒരു മറുപടി തരുമോ? സാറാമ്മയുടെ സ്വഭാവത്തിൽ കളിയാക്കലാണ് മുന്നിട്ട് നിൽക്കുക. ഓ, ഇനിയിപ്പോ ആ നിലാവെളിച്ചത്തെപ്പറ്റി പറഞ്ഞ് പരിഹസിക്കുമോ ആവോ? പണ്ട് അവർ തമ്മിൽ നടന്ന രസകരമായ ഒരു സംഭാഷണം അയാൾ ഓർത്തു. സ്ത്രീകൾ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളാണെന്ന് ഒരു മഹാകവി പാടിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണ്. 7 പ്രാവശ്യം കല്യാണം കഴിച്ച എന്റെ സുഹൃത്ത് അയാളുടെ അനുഭവകഥ പറഞ്ഞത് ഇങ്ങനെയാണ്. അവന്റെ 7ാമത്തെ ജീവിത സഖി കോണിപ്പടിയിൽ നിന്ന് തലകുത്തി കരിങ്കൽ തിണ്ണയിൽ വീണ് തല പൊട്ടിച്ചിതറി. പക്ഷേ അപകടം ഒന്നും സംഭവിച്ചില്ല. സ്ത്രീയല്ലേ, തലയ്ക്കകത്ത് തലച്ചോറുണ്ടായില്ല. ആ പരിചയസമ്പന്നന്റെ മൊഴി ഞാനും വിശ്വസിക്കുന്നു. സ്ത്രീകളുടെ തലയിൽ തലച്ചോറില്ല, നിലാവെളിച്ചം മാത്രമാണ്. ഇതെല്ലാം ഓർത്ത് പ്രേമപരവശനായി പോക്കറ്റിലിട്ട പ്രേമലേഖനം സാറാമ്മയെ ഏൽപ്പിക്കുന്നതിലെ ഡിങ്കിടാ ഡിങ്കിടികൾ ഓർത്ത് കേശവൻ നായർ നടന്നു. താമസ സ്ഥലത്തെത്തിയപ്പോൾ അതാ സാറാമ്മ മുറിക്ക് പുറത്ത് നിന്ന് ജനാലിലൂടെ എന്തോ തോണ്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്താണ് ഇവൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? അയാൾ ഓർത്തു, ഞാൻ അവളെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. ചോദിച്ചിരുന്നെങ്കിൽ എന്തും കൊടുക്കാമായിരുന്നല്ലോ. എന്താ സാറാമ്മേ? ശ്രീമാൻ കേശവൻ നായർക്ക് ശിപ്പായി കൊണ്ടുവന്നിട്ട പുതിയ മാസികയൊന്ന് എടുക്കാൻ നോക്കിയതാ. ഈ കമ്പിന്റെ അറ്റത്ത് അത് ഉടക്കുന്നില്ലെന്നേ. വെറുതെ ഇരുന്ന് മുഷിഞ്ഞപ്പോൾ എന്തെങ്കിലും വായിക്കാമെന്നോർത്തു. എന്നാൽ ഇവൾക്ക് എന്നെ പതുക്കെ അങ്ങ് സ്നേഹിച്ചുകൂടെ? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. കേശവൻ നായർ താക്കോൽ കൂട്ടത്തിനുള്ളിൽ നിന്ന് പ്രേമലേഖനം എടുത്ത് സാറാമ്മയ്ക്ക് കൊടുത്തു. അവൾ അത് വായിച്ച് ചുരുട്ടിക്കൂട്ടി താഴേക്കെറിഞ്ഞു. ഒരു പ്രേമലേഖനം, ഇതല്ലാതെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പെണ്ണിന്റെ ഹൃദയകാഠിന്യം. ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. വേറെ എന്തുണ്ട് വിശേഷം? ചിറ്റമ്മയും അപ്പച്ചനും എന്നോട് കൂടി വാടക ചോദിക്കുമെന്നാണ് തോന്നുന്നത്. അമ്മയുടെ ചികിത്സയും മരണാടിയന്ത്രവും വരുത്തിവെച്ച കടം മുഴുവനും ചിറ്റമ്മയുടെ സ്ത്രീധനം കൊണ്ടാ വീട്ടിൽ തീർത്തത്. അതിൽ പിന്നെ അപ്പച്ചൻ ചിറ്റമ്മ പറയുന്നത് പോലെയാ. പാവം എന്റെ അമ്മച്ചി. 2 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് BA പാസ്സാകാമായിരുന്നു. എന്തെങ്കിലും ജോലി കിട്ടിയേനെ.
ഒന്ന് ചോദിച്ചോട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കുക എന്നല്ലാതെ മറ്റെന്ത് ജോലിയാണ്? സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ടാണ് പെണ്ണുങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചത്, അല്ലാതെ ഉദ്യോഗസ്ഥകളായിട്ട് ഞെളിഞ്ഞു നടക്കാനല്ല. എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ശ്രമിക്കാം. എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയുമോ? എന്റെ ഹൃദയത്തിൽ പെണ്ണെ, ശുപാർശയും കൈക്കൂലിയും ഒന്നും വേണ്ട. എന്തോ? ഒഴിവുണ്ട്, നാളെ പറയാം. അപ്പോ നാളെ തന്നെ ജോലിക്കാര്യം പറയുമല്ലോ. എന്റെ മനസ്സിനിപ്പോ വലിയ ആശ്വാസമായി. ഞാൻ പോകുന്നു. ദേ, ജോലിക്കാര്യം മറക്കരുതേ. പ്രേമലേഖനം വലിച്ചെറിഞ്ഞു, അതേപ്പറ്റി ഒന്നും പറയാനുമില്ലല്ലോ. എന്തോ? ഇല്ല, മറക്കില്ല. ദാ പെണ്ണെ, നിനക്കായി എന്റെ ഹൃദയത്തിന്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ എന്ന് മനസ്സിൽ പറഞ്ഞ് പതിവ് പോലെ തന്റെ മുറിയുടെ താക്കോൽ സാറാമ്മയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്ത് കേശവൻ നായർ രാവിലെ ബാങ്കിൽ പോയി. വൈകുന്നേരം താക്കോൽ തിരിച്ചു വാങ്ങി മുറിയിൽ കയറി. അവൾ ജോലിയുടെ കാര്യം അന്വേഷിച്ച് എത്തുന്നതും കാത്ത് കേശവൻ നായർ ഇരുന്നു. ബുദ്ധിയുള്ള ആൺചിങ്കങ്ങൾ ഇങ്ങനെയാണ്. സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലിയുടെ രൂപം കാണുമ്പോ അവൾ എന്നെ മാന്തിക്കീറും. അതാ അവൾ എത്തിയല്ലോ. സാറാമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുറിയിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ? കള്ളിപ്പെണ്ണെ, നീ എന്നെ മുഴുവനോടെയല്ലേ തങ്കക്കുടം കട്ടത്? അറിയില്ല, ഞാൻ മുറി പരിശോധിച്ചിട്ടില്ല. അയാൾ സാറാമ്മയോട് പറയാൻ പോകുന്ന സുന്ദര സുരഭില ഹൃദയ രഹസ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. അത് അയാളുടെ ഹൃദയമാകുന്ന വലിയ സെന്റുകുപ്പിക്കകത്തു നിന്നും ബുംന്ന് ചാടാൻ പോകുന്നു. സുന്ദര സുരഭില ഹൃദയ രഹസ്യം. ജോലിയുടെ കാര്യം പറഞ്ഞില്ല. സാറാമ്മയ്ക്ക് അടുക്കളപ്പണി അറിയാമോ? എന്താ, എന്നെ അരിവെപ്പുകാരിയാക്കാനാണോ? അല്ല, പഠിച്ച പെണ്ണുങ്ങളെ പോലെ ഈ ഡുങ്കുടു തഞ്ചി, ഈ ഹാൻഡ് ബാഗുമായിട്ടൊക്കെ നടക്കുന്ന ബഹുമാനിയായ ഒരു ലേഡിയാണോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ബഹുമാന്യയല്ല, എനിക്ക് ഡുങ്കുടു തഞ്ചിയുമില്ല. എങ്കിലും ആ ഡുങ്കുടു തഞ്ചിയിൽ എന്തായിരിക്കും അവർ കൊണ്ടു നടക്കുന്നത്? ഒരു നുണുങ്ങ് കണ്ണാടി, ഒരു നുണുങ്ങ് പൗഡർ ഡപ്പി, ഒരു നുണുങ്ങ് ചീർപ്പ്. അപ്പോ അത് പ്രേമലേഖനങ്ങൾ ഉണ്ടാവില്ലേ? എനിക്കത് അറിയില്ല. ഞാൻ പ്രേമലേഖനങ്ങൾ കണ്ടിട്ടുമില്ല. ഗ്രേറ്റ് ഗ്രാൻഡ് മദറെ. പിന്നെ ജോലി, സാറാമ്മയ്ക്ക് അത് രസിക്കില്ല. അയ്യോ, രസിക്കും. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. ഞങ്ങളുടെ സമുദായത്തിന്റെ ജാതിമര്യാദയാണ് സ്ത്രീധനം. പെണ്ണിനെ കെട്ടാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി. അത് കൊടുക്കാതെ എന്നെ ആരും കെട്ടിക്കൊണ്ടുപോകില്ല. ഞാൻ ഈ സ്ത്രീധനമേർപ്പാടിനെ വെറുക്കുന്നു. ഞാൻ ഈ സ്ത്രീധനമേർപ്പാടിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ നിന്നു പോയത്. എന്തോ? അപ്പോ സ്ത്രീധനം കൂടാതെ വിവാഹം കഴിക്കാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ വിവാഹം ചെയ്യണം. നല്ല പുതുമ. ഇത്രയുമായപ്പോൾ അയാൾ തന്റെ സുന്ദര സുരഭില രഹസ്യം, ഹൃദയമാകുന്ന സെന്റുകുപ്പി തപ്പേന്നൂരി ഹൃദയത്തിൽ നിന്നും പുറത്തുവിട്ടു. സാറാമ്മേ, ഞാൻ സാറാമ്മയെ ഗാഠമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഠമായി തന്നെ സ്നേഹിക്കുക എന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിട്ടുള്ള മഹത്തരമായ ജോലി. ജോലി കൊള്ളാമല്ലോ. വളരെ കാലമായി ഞാൻ സാറാമ്മയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ, എന്റെ ഹൃദയത്തെക്കാൾ, എന്റെ ജീവനേക്കാൾ, എന്റെ നാടിനേക്കാൾ. സാറാമ്മ എന്തു പറയുന്നു? ജോലി തരക്കേടില്ല, പക്ഷെ ശമ്പളം. ഓ, അപ്പൊ വഴക്കിനാണല്ലേ ഭാവം? യുദ്ധമാണിനി, പൊരുതുക തന്നെ. ഇൻക്ലാബ് സിന്ദാബാദ്. ശമ്പളമെങ്കിൽ ശമ്പളം. എന്തോ? ശമ്പളം എന്ത് വേണം? 20 രൂപ. അത് വളരെ കൂടുതലാണ്.
ഒരിക്കലുമല്ല, അത് വളരെ കുറവാണ്. ഇതിലൊരു ദമ്പടി കൂട്ടിത്തരാൻ നിവൃത്തിയില്ല. ഞാൻ 9 മണിക്കൂർ ജോലി ചെയ്ത് എല്ലാ ചെലവുകളും അരിഷ്ടിച്ച് നടത്തി എന്ന് വെച്ചാൽ ഒരുമാതിരി പട്ടിണി കിടന്നാൽ ലാഭിക്കാൻ കഴിയുന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സാറാമ്മയുടെ ജോലിയിൽ വല്ല ക്ലേശവുമുണ്ടോ? അങ്ങിരുന്നും കിടന്നും നടന്നുമൊക്കെ സ്നേഹിച്ചാൽ പോരെ. എനിക്ക് 24 മണിക്കൂർ ജോലിയാ. ഒരു നിമിഷം പോലും വിശ്രമമില്ല. സദാ കേശവൻ നായരെ പറ്റി ഓർക്കണം. ഉണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ അങ്ങനെ. പിന്നെ ഈ ജോലി സ്ഥിരമോ ടെമ്പററിയോ? സ്ഥിരം, ശാശ്വതം, അനന്തം. അപ്പോൾ ഭവാൻ ഡിം ആയാലും എനിക്ക് ജോലിയുണ്ടല്ലേ? അതെ, ഞാൻ പരലോകം പുകിയാലും സാറാമ്മയെന്നും മധുരസുന്ദരമായി തന്നെ സ്നേഹിക്കണം. തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും ഈ ജോലിക്കൊരു കുഴപ്പമുണ്ട്. താങ്കൾ മരിച്ച് മണ്ണടിഞ്ഞാൽ എനിക്ക് ശമ്പളം ആര് തരും? അപ്പോ നമുക്ക് ഒന്നിച്ചു മരിച്ചാലോ? ഒപ്പം മരിക്കണം പോലും. സ്വാർത്ഥതയുടെ നഗ്ന പ്രകടനം. പെണ്ണുങ്ങളുടെ തലയിൽ തലച്ചോറില്ലല്ലോ, നിലാവെളിച്ചമല്ലേ. ഞാനൊരു പഞ്ചപാവമാണ്. എന്നെ ഇങ്ങനെ പരിഹസിക്കരുത്. സാറാമ്മ എന്റെ പ്രാണനാഥയാണ്. സാറാമ്മയ്ക്ക് അറിയുമോ, ഞാൻ പണ്ട് മുതൽ എല്ലാ ദിവസവും സാറാമ്മയെ ഓർക്കും. പ്രേമലേഖനം എഴുതും, എന്നിട്ട് കീറിക്കളയും. ഇനിയും വിശ്വാസമായില്ലേ? പറയ്, ഞാൻ വല്ലവരെയും കൊല്ലണോ? കൊല്ലാം. സമുദ്രങ്ങൾ നീന്തിക്കിടക്കാം, പർവ്വതങ്ങളെടുത്ത് അമ്മാനമാടാം. സാറാമ്മയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാർ. തൽക്കാലം മരിച്ചു കാണിക്കണ്ട, ഒന്ന് തലകുത്തി നിൽക്കാമോ? ശീർഷാസനമോ മയൂരാസനമോ? ശീർഷാസനം. ദാ പിടിച്ചോ. ഭേഷ്, സ്റ്റൈലാഗ്രം. സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? അത് മധുരസുന്ദരമായി നാളെ പറയാം. തലകുത്തി നിൽക്കുന്ന കേശവൻ നായരെ കണ്ടിട്ട് അടക്കിച്ചിരിച്ച് സാറാമ്മ തിരിച്ചുപോയി. ദിവസങ്ങളോളം കേശവൻ നായർ മറുപടിക്ക് കാത്തു. സാറാമ്മ നാളെ എന്ന് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നത് വരെ ആലോചിച്ചു. താൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സാറാമ്മ കഠിനമായി അയാളെ പരിഹസിച്ചു. കേശവൻ നായർ നിരാശനായി ലക്കും തിട്ടവുമില്ലാതെ ആരോടും സംസാരിക്കാതെ കുറെ അധികം ദിവസങ്ങൾ തള്ളി നീക്കി. അയാൾക്ക് സ്ത്രീകളെ കണ്ടുകൂടാതെയായി. എന്നിട്ടും സാറാമ്മ കുലുങ്ങിയില്ല. സ്ത്രീകളുടെ ഹൃദയത്തിന് വജ്ര കാഠിന്യം. ബ്ലഡി ഫൂൾസ്, കഠിന ഹൃദയങ്ങൾ. ഞാനും ബ്ലഡി ഫൂളാണ്, പക്ഷെ കഠിന ഹൃദയനല്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാറാമ്മ മുറ്റത്തിറങ്ങി കേശവൻ നായരുടെ മുന്നിൽ വിനയത്തോടെ കൈനീട്ടി. എന്റെ ശമ്പളം. എന്തിന്റെ ശമ്പളം? അല്ലേ, ഒടുവിൽ ഇങ്ങനെയായോ? 10-30 ദിവസമായി ഞാൻ മധുരസുന്ദരമായി താങ്കളെ പ്രേമിക്കുക എന്ന കഠിന ജോലിയും സ്വീകരിച്ചു നടക്കുന്നു. തങ്കം, പിന്നെ ഇതുവരെ ആ മധുരസുന്ദര ന്യൂസ് എന്നോട് പറയാതിരുന്നത് എന്താണ്? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് നടന്നാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും? ഇതും പറഞ്ഞിറങ്ങി നടന്ന സാറാമ്മയുടെ പിന്നാലെ അയാളും നടന്നു. മുറിയിൽ ചെന്ന് 10 2 നോട്ടുകൾ എടുത്ത് കവറിലാക്കി സാറാമ്മയ്ക്ക് നൽകി. അന്നു തൊട്ട് ദിവസങ്ങൾ ചെല്ലും തോറും കേശവൻ നായരിൽ പ്രേമം മുഷിരനായി, തീഷ്ണമായി, മധുരസുന്ദരമായി വന്നു. എന്നാൽ സാറാമ്മയോ അയാളെ സ്നേഹിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണിച്ചില്ല. സ്ത്രീയല്ലേ, വാക്കിലോ പ്രവൃത്തിയിലോ സ്നേഹം കാണിക്കേയില്ലല്ലോ. ആ ഘട്ടത്തിലാണ് വേർപാടിന്റെ സമയം വന്നത്. വിദേശത്ത് ഒരു കമ്പനിയിൽ
കേശവൻ നായർക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടി. അവളുടെ അഭിപ്രായപ്രകാരം ജോലി സ്വീകരിച്ച് മറുപടി അയച്ചു. അപ്പോൾ എനിക്കും ഉയർന്ന ശമ്പളം കിട്ടാൻ പോകുന്നു. 1-ാം തീയതി തോറും മറക്കാതെ ശമ്പളം അയച്ചേക്കണം. സാറാമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രേമത്തെ പറ്റിയാണെങ്കിൽ ഞാനത് കേട്ട് മടുത്തു. ഒരു ചപ്ലാച്ചി സാധനമാണ് പ്രേമം. എന്നാലും പറയൂ, ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ? സാറാമ്മയും എന്റെ കൂടെ വരണം. എനിക്കവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. ഞാൻ സാറാമ്മയെ സ്നേഹിക്കുന്നു. ഇത് 1,09,000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോ ഞാൻ എങ്ങനെ പറയും? ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു നിലാവെളിച്ചം പോലെയാണ്. മധുരസ്വരത്തിലെ സുന്ദരമായ നിലാവെളിച്ചമാകുന്നു പ്രേമം. അപ്പോൾ അതാണല്ലേ സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത്? അല്ലല്ല, അതല്ല. സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത് വെറും സാധാരണ ഒഴുക്കൻ നിലാവെളിച്ചം. മധുരസുരവില സുന്ദരമല്ല. സാറാമ്മ എന്റെ ഭാര്യയായി ജീവിക്കണം. അപ്പോൾ മതം, സ്ത്രീധനം? സ്ത്രീധനം വേണ്ട, നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നേ. അയ്യോ, അതിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റേയാൾ ചർച്ചിൽ പോകും. മാത്രമല്ല, എനിക്ക് നാണം തോന്നുന്നു. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ലേ? അവർ ഏത് ജാതിയായിരിക്കും? അവർക്ക് മതം വേണ്ട. പക്ഷികളെ, പാമ്പുകളെ, ചീങ്കണ്ണികളെ പോലെ അവർ നിർമ്മതരായി വളരട്ടെ. അപ്പോൾ എന്ത് പേരിടും? വിശ്വാസം, മതം ഒന്നും പേരിലുണ്ടാകരുത്. റഷ്യ, ചൈന അതും വേണ്ട. ലോകത്തിലുള്ള സകലമാന വസ്തുക്കളുടെയും പേരിട്ടവർ തങ്കക്കുടത്തിനെ വിളിച്ചു നോക്കി. ഡങ്ക് ഡിങ്ക് ഹോ മുതൽ സഹാറ വരെ. ഒടുവിൽ ആകാശമിഠായി എന്ന പേരിൽ അവർ സമവായത്തിലെത്തി. കേശവൻ നായർ സഖാവ് ആകാശമിഠായി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ സാറാമ്മയ്ക്കൊരു സംശയം. അപ്പോൾ എന്റെ തങ്കക്കുട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? അവൻ അവന്റെ ഇഷ്ടത്തിന് ഏത് ഡുങ്കസിലും ചേരട്ടെ. പക്ഷെ സാറാമ്മേ, ഇത്രയും സ്വാർത്ഥത പാടില്ല. ആകാശമിഠായിയെ എന്റെ മകനെന്നല്ല, മേരിൽ നമ്മുടെ മകൻ എന്ന് പറയണം. ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നാലേ അതുകൊണ്ട് ഭാര്യയായി എന്ന് വിചാരിക്കണ്ട. ഓ, സാറാമ്മയ്ക്ക് ഇപ്പോഴും വിനോദം. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. അങ്ങനെ കേശവൻ നായർക്ക് പോകാനുള്ള ദിവസമായി. സാറാമ്മയിൽ നിന്നുള്ള മറുപടി പ്രതീക്ഷിച്ച അയാൾ വീണ്ടും ചോദിച്ചു. സാറാമ്മയ്ക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില്ലറ ചില ചോദ്യങ്ങളുണ്ട്. അപ്പച്ചന് വാടക കൊടുത്തോ? ഹോട്ടൽക്കാരന്റെ കടങ്ങൾ വീട്ടിയോ? വഴിച്ചിലവിന് പണമുണ്ടോ? എല്ലാം തീർത്തു. കയ്യിൽ പണമുണ്ട്. എവിടെ നിന്ന് കിട്ടി പണം? വാച്ചും മോതിരവും വിറ്റു. അപ്പോൾ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ടാൽ ആരും സ്മരിക്കാനിടയില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സാറാമ്മേ, സാറാമ്മയുടെ ഹൃദയകാഠിന്യമോർത്ത് കേശവൻ നായർ നിരാശനായി. അയാൾ ജീവച്ഛവമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് അലാറം വെച്ച് കട്ടിലിൽ തളർന്നു കിടന്നു. ക്രൂരമൃഗമാകുന്ന സ്ത്രീ, കാഠിന്യത്തിന്റെ പര്യായമാകുന്ന സ്ത്രീ, ഡുക്കുടു ഡുക്കുടു ആകുന്ന സ്ത്രീ. ഇങ്ങനെ ഓർത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞു കിടക്കുമ്പോൾ അതാ സാറാമ്മ വരുന്നു. എന്നെ വെറുത്തോ? സാറാമ്മേ, വെളുപ്പിന് എന്റെ കൂടെ വരണം. വന്നിട്ടോ? ഇപ്പോഴും വിനോദമാണ്. വിനോദം ജീവിതത്തിൽ എന്താണെന്നറിയാമല്ലോ. ഇതാ ഈ കവർ വെച്ചോളൂ. വണ്ടി വിട്ടാലേ തുറന്നു വായിക്കാവൂ. എന്നോട് സത്യം ചെയ്യണം.
സാറാമ്മ ഒരു കവർ എടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. ഇത് നല്ല ഈടുണ്ടല്ലോ. പ്രേമലേഖനമാണോ? എനിക്ക് ഭക്തിയും വിശ്വാസവും ദിവ്യപ്രേമവുമുള്ള സാറാമ്മയാണ്. ഞാനിത് വണ്ടിയിൽ കയറിയിട്ടേ തുറന്നു നോക്കൂ. ഇത് കേട്ട് അവൾ പോയി. കൃത്യം 4-ന് അയാൾ ഉണർന്ന് യാത്രയ്ക്കൊരുങ്ങി. സാമാനങ്ങൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു വന്ന് സാറാമ്മയുടെ ജനാലിലൂടെ ടോർച്ച് ലൈറ്റ് അടിച്ച് സാറാമ്മേ എന്ന് പതുക്കെ മന്ത്രിച്ചു. ഒരനക്കവുമില്ല. അയാൾ വാതിൽ തള്ളി അത് തുറന്നു. ലൈറ്റ് അടിച്ച് നോക്കി. മുറിയിൽ സാറാമ്മയില്ല. സാറാമ്മയുടെ പെട്ടിയും ഇല്ല. വെളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു. പതറുന്ന ഹൃദയത്തോടെ അതെടുത്ത് വായിച്ചു. പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയുവാൻ സാറാമ്മ എഴുതുന്നതെന്തെന്നാൽ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം നൽകാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായൊരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചിന്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. എഴുത്തവിടെ തന്നെ വെച്ച് അയാൾ പടിയിറങ്ങി. അതാ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു സാറാമ്മ. മന്ദഹാസം തൂകി മാതകത്തിടുമ്പായി വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു. എവിടെ ഞാൻ തന്ന കവർ? അയ്യോ, പ്രേമലേഖനം. ഞാനത് വായിച്ചില്ല. പണമോ? ഇതെന്തിന്? ശ്രീമാൻ കേശവൻ നായരെ മധുരസുന്ദരമായി സ്നേഹിച്ചതിന്റെ പ്രതിഫലം. അതിൽ നിന്ന് ഒരു വാച്ചും മോതിരവും വാങ്ങിച്ചോ കേട്ടോ. നോട്ടുകൾ, വാച്ച്, മോതിരം, ഇതാർക്ക് വേണം? ശരി തങ്കപ്പുളിപ്പേ, മറ്റവനെവിടെ? പ്രേമലേഖനം കണ്ടേ, ഞാനാകുന്നു പ്രേമലേഖനം. യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. ഇനി പ്രേമലേഖനം. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമയോ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ അവൾ അതെടുത്തു വായിച്ചു. ബഷീറിന്റെ പ്രേമലേഖനം അവിടെ പൂർണ്ണമായി. പക്ഷേ മലയാളക്കര മുഴുവൻ അതേറ്റുപാടി. യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഈ മധുരോദ്ധാരമൊഴികൾ മലയാളികൾക്കൊപ്പം ഇന്ന് ലോകം മുഴുവൻ യൗവന തീഷ്ണമായി ഡിങ്കിടാ ഡിങ്കിടാന്ന് 1,009 പ്രാവശ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും ഭൂമിയുള്ള കാലത്തോളം. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രേമലേഖനം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന കൃതിയുടെ നാടകാവിഷ്കാരം. പങ്കെടുത്തവർ കേശവൻ നായർ, ഹരിദാസ് തങ്കപ്പൻ, സാറാമ്മ ബിന്ദു ടിജി, ആഖ്യാതാവ് അനശ്വർ മാമ്പിള്ളി. നാടകാവിഷ്കാരം ബിന്ദു ടിജി.